വഫാത്ത് ബസ്രയിലാണ് അദ്ദേഹം വഫാത്ത്. അദ്ദേഹം നബി വഫാത്തായതോടുകൂടി പിന്നെ അദ്ദേഹം മദീനയിൽ പോയി. അദ്ദേഹം മദീനയിലാണ് ജീവിച്ചത്. നബിയുടെ കൂടെ വഫാത്ത് വരെ നബിക്ക് സേവനം ചെയ്തു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ നബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തു. എന്നാൽ ആ 10 കൊല്ലത്തിനിടയിൽ എന്നോട് ഒരിക്കൽ പോലും ഞാൻ ചെയ്തൊരു കാര്യത്തിനെ പറ്റി നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാതെ പോയ സംഗതിയെപ്പറ്റി എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല എന്നും നബി എന്നോട് ചോദിച്ചിട്ടില്ല. 10 കൊല്ലം ഒപ്പം നടന്നിട്ട് എന്ത് പണിയെ ചെയ്തു എന്നൊരു വാക്ക് നബി എന്നോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നും പറഞ്ഞ അത്രയും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കയ്യിനേക്കാളേറെ മാർദ്ദവമുള്ളൊരു കൈ ഞാനൊട്ട് സ്പർശിച്ചിട്ടുമില്ല. ഞാൻ തൊട്ട കൈകളിൽ ഏറ്റവും മാർദ്ദവമുള്ള കൈ നബിയുടെ കൈയാണ് എന്നും അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. നബിയുടെ വഫാത്തോടു കൂടി അദ്ദേഹം പിന്നെ മദീനയിൽ നിൽക്കാൻ അദ്ദേഹത്തിന് പ്രയാസമായി. നബി ഇല്ലാത്തൊരു മദീന എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും കൊണ്ട് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഇദ്ദേഹത്തെ ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു. അബൂ സിദ്ദീഖ് ഖലീഫയായപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിലേക്ക് സക്കാത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാനും അവിടെ കണക്കെടുക്കാനും സക്കാത്ത് ശേഖരിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് ബഹ്റൈനിലേക്ക് പറഞ്ഞയക്കാൻ ഉമർ ഖത്താബുമായി കൂടി ആലോചിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തെ പറഞ്ഞയച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞ തിരക്കേടില്ല, നല്ല വിശ്വസ്തനാണ്, വലിയ ബുദ്ധിമാനാണ്, എഴുത്തറിയുന്ന ആളുമാണ്. അനസ് റളിയല്ലാഹു അൻഹു എഴുത്തുമായി അറിയുമായിരുന്നതാണ്. എഴുത്തറിയുന്ന മാത്രം അദ്ദേഹം ഹദീസ് എഴുതി വെച്ച ആളാണ്. മക്കളോട് പ്രത്യേകം പറയുമായിരുന്നു, നിങ്ങൾ ഹദീസ് എഴുതി വെക്കണം. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അറിവെ നിങ്ങൾ എഴുത്തുകൊണ്ട് ചങ്ങലക്കിടണം എന്ന. എഴുത്തുകൊണ്ട് അറിവിനെ ചങ്ങലക്കിടണം. അത് സാധാരണ അറിവ് മനസ്സിലാണല്ലോ, അറബിയുള്ള സിസ്റ്റം ഒരു നിർദ്ദിഷ്ടമാക്കലാണ്. അപ്പോൾ അതിനെ അതിന് ചങ്ങലക്കിടുന്ന പരിപാടിയാണ് എഴുതി വെക്കുക എന്നുള്ളത്. അപ്പം മക്കളോട് പ്രത്യേകം അദ്ദേഹം പറയുമായി, നിങ്ങൾ എഴുതി വെക്കണം, അതിനെ ബന്ധിക്കലാണ് എന്നർത്ഥം. പറയപ്പെടാറുണ്ട്, അൽ ഇൽമു സയ്യിദുൻ വൽ കിതാബത്തു ഖൈദുൻ. അറിവ് ഒരു വേട്ടയാണ്, അതിന് ബന്ധിക്കലാണ് എഴുതി വെക്കല്ല. ഒരു വേട്ടമൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടൂലല്ലോ, കൂട്ടിലിട്ടിട്ട് പൂട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഇൽമ് വേട്ടയാണെങ്കിൽ അതിൻ്റെ സംരക്ഷണമാണ് എഴുത്ത്. എന്നാൽ അന്നത്തെ കാലത്ത് അറബികൾ എഴുത്തിനധികം അവലംബിക്കാറില്ല. കാരണം അവർക്ക് ഓരോ മനസ്സിൽ ഹിഫ്ലാക്കലാണ് പതിവ്. മാത്രമല്ല, ഹിഫ്ലാക്കാൻ കഴിയുന്ന ആളുകൾ എഴുത്തിനെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തി. അപ്പം ഇമാം മാലിക്കൊക്കെ എഴുതാൻ ചീത്തറിയുമായതുമാണ്. ഇമാം മാലിക്കിൻ്റെ സദസ്സാരി എഴുതാൻ ഇമാം മാലിക്ക് പറയും, എഴുതല്ല വേണ്ടത്, അത് ഹിഫ്ലാക്ക് എന്ന് പറയുമായിരുന്നു. അതിന് ഇഷ്ടമില്ല എഴുതുന്നതാണ്. പിന്നെ അദ്ദേഹത്തോട് 11 പറയും, നിങ്ങൾക്ക് ഹിഫ്ലാക്കാൻ കഴിയുന്ന മാതിരി പേക്കൊന്നും കഴിയൂല, അതുകൊണ്ട് ഞങ്ങൾ എഴുതുന്ന നിങ്ങൾ അങ്ങനെ എതിർക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നബിനെ എഴുതിക്കോളി എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. അപ്പം അദ്ദേഹം ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മക്കളോട് എഴുതി വെക്കാൻ വേണ്ടി പ്രത്യേകമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം എഴുത്തറിയുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം എന്നത് ഒരു സവിശേഷതയാണ്. അങ്ങനെ ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു. ബഹ്റൈനിൽ അദ്ദേഹം ദൈവത്തർച്ചയും കുറേ ആൾ ഇസ്ലാമിലേക്ക് വരികയും അവിടെയൊക്കെ ഇസ്ലാമികമായ സന്ദേശം ഉണ്ടാകുകയും സക്കാത്തിൻ്റെ സമ്പത്തൊക്കെ അദ്ദേഹം അവർ ശേഖരിക്കുകയും അതിന് കണക്കെല്ലാം കൃത്യമായി അദ്ദേഹം സൂക്ഷിക്കുകയും അങ്ങനെ അതെല്ലാം കൂടി കൊണ്ട് അദ്ദേഹം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി തിരിച്ച് മദീനത്തേക്ക് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ച വിവരമാണ് അദ്ദേഹം അറിഞ്ഞത്. തിരിച്ചെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പില്ല. ഉമർ ഖത്താബ് ഖലീഫയായിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം അവിടെ വരുന്നത്. അങ്ങനെ അദ്ദേഹം വന്നു. ഉമർ ഖത്താബായിട്ട് ആദ്യം ബൈഅത്ത് ചെയ്തു. എന്നിട്ട് ഈ സക്കാത്തിൻ്റെ എല്ലാ കണക്കും ഉമർ ഖത്താബിനെ അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. പിന്നീട് വ്യത്യസ്ത ദൗത്യങ്ങളുമായി അദ്ദേഹം പല ഭാഗങ്ങളിലേക്കായിട്ട് നിയോഗിക്കപ്പെട്ടു. ഷാം, ഇറാഖിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അവിടേക്കുള്ള ഫതഹുകളിൽ അദ്ദേഹം നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ ഈ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ ആളുകളുമായിട്ടുള്ള പ്രതിരോധങ്ങൾ, അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. യമാമയിലുള്ള മുസൈലമയുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ അദ്ദേഹം യുദ്ധത്തിനല്ലെങ്കിലും ഖിദ്മത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ബദർ എടുക്കുമ്പോൾ അദ്ദേഹം ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ യുദ്ധത്തിൽ അദ്ദേഹം എടുത്തിട്ടില്ല. എന്നാൽ അവിടെ വേണ്ട ഒത്താശകൾ ചെയ്യാനുള്ള ഒരു വളണ്ടിയറായിക്കൊണ്ട് അദ്ദേഹം അവിടെ യുദ്ധ ക്യാമ്പിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഖൈബറിലും ഹുനൈനിലും ഫതഹു മക്കയിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഖാദിസയിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരാളം അത്തരം വിജയങ്ങളിൽ അദ്ദേഹം ഭാഗവാക്കായിട്ടുണ്ട്. നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം. അതേപോലെ ഒരുപാട് വ്യത്യസ്തമായ കഴിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ബസ്രയിലേക്ക് മാറുകയും ബസ്രയിൽ അദ്ദേഹം നാടായി സ്വീകരിച്ചുകൊണ്ട് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം പിന്നെ ഹദീസ് പഠിപ്പിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാനും ഒക്കെയാണ് കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചത്. ബസ്രയിൽ കുറച്ചധികം കാലം ബസ്രയിൽ അദ്ദേഹം കഴിച്ചു കൂട്ടി.